LDF-ന്റെ ഒരു നേതാവും ഈ പന്തൽ സന്ദർശിക്കാൻ തയ്യാറായില്ല. അതായത് ഏറ്റവും സമൂഹത്തിലെ അടിസ്ഥാന ജനതയുടെ ഏറ്റവും വേദന നിറഞ്ഞ ഒരു പ്രശ്നത്തോട് പോസിറ്റീവായി പ്രതികരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഭരണപക്ഷം എത്തി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഈ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഞങ്ങൾ പറഞ്ഞ ബ്ലഡ് നല്ല കുറവുണ്ട്, പിന്നെ ഇനി ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരരുത്. ഇനിയിപ്പം ബിന്ദുവിൻ്റെ അവസ്ഥ തീരെ രക്തം നല്ല വീക്കാണെന്നാണ് പറയുന്നത് ഡോക്ടർമാർ. ഇപ്പോൾ ഞങ്ങൾ സാധാരണ ആശുപത്രിയിൽ ഇവിടെ അഡ്മിറ്റാണ്. ഇനിയിപ്പോൾ ഈ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. എങ്കള ഭൂമി എങ്ങൾക്ക് ഇത് ആദിവാസി ഭൂസമരം 2ാം ഘട്ടം കളക്ടറേറ്റിന് മുമ്പിൽ ഏകദേശം 40ഓളം ദിവസം കഴിഞ്ഞു. ഇത് അതുമാത്രമല്ല 365 ദിവസമായിട്ട് ബിന്ദു വൈലാശ്ശേരി നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലേ? നിരാഹാരം അനുഷ്ഠിച്ചതിൻ്റെ അഗ്രിമെന്റ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതെ ഈ 39 ദിവസം അതെ. അതല്ല, ഇപ്പോൾ ബിന്ദു വൈലാശ്ശേരി ഹോസ്പിറ്റലിലാണ്. അത് മാത്രമല്ല, അവർക്ക് ഇത്രയും ദിവസം ഇത് അനുഷ്ഠിച്ചതിന് ശേഷം അവർക്ക് അതിനുള്ള റെസിസ്റ്റിംഗ് പവർ കുറഞ്ഞിട്ടുണ്ട്. അതായത് രക്തമില്ല. അപ്പം ഇനിയിപ്പോൾ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് സാറിന്? ഇക്കാര്യത്തിൽ ഈ തണുപ്പും മഴയും ഇതൊക്കെ കൊള്ളിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ ഷെഡിൽ എത്തിച്ച ശക്തികൾ ആരായാലും ശരി, അവർ ഈ കാര്യത്തിന് അവരുടെ ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയേണ്ടതായിട്ടുള്ള ഒരു ദിവസം വരും എന്നാണ് എനിക്ക് പറയാം. പിന്നെ ഇതിൽ നമ്മുടെ ആർക്കും ഇതുവരെ ഒരു തൊണ്ട് ഭൂമി പോലും ഇതിന് കിട്ടിയിട്ടില്ല. അതെ, അല്ല, അഗ്രിമെന്റിൽ ഡിസംബറിൽ 50 സെന്റ് ഭൂമി ഡിസംബർ അവസാനം ഇവർക്ക് 50 സെന്റ് ഭൂമിയുടെ പട്ടയം കൊടുക്കുമെന്ന് എഴുതി തന്നിട്ടുള്ള കളക്ടർ ഇവിടെ ഉണ്ട്. അതിന് അദ്ദേഹത്തിന് സമ്മതം കൊടുത്ത റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന് ഈ ഭരണകൂടം തന്നെയാണല്ലോ ഉത്തരം പറയേണ്ടത്. പിന്നെ പാവപ്പെട്ട സ്ത്രീ ഈ രോഗത്തിൽ മരിച്ചു പോയാൽ അതിൻ്റെ ഉത്തരം പറയേണ്ടതും ഇവര് തന്നെയാണ്. മനസ്സിലായോ? അവര് ചെറിയ രോഗമായിട്ടല്ല ഇപ്പം കിടക്കുന്നത്. അപ്പം ആ രീതിയിൽ ആ നിരാഹാരം തന്നെ അത്രയും ദിവസം നീട്ടിക്കൊണ്ട് ഭരണകൂടത്തിനൊരു ഉത്തരവാദിത്തമില്ലേ? ആദിവാസി ഒരു സമരം, ന്യായമായിട്ടുള്ള സമരം നടത്തുന്ന സമയത്ത് അവർ മരണമുഖത്തെത്തിയാൽ അവരെ രക്ഷിക്കാനുള്ള കടമ ഈ ഭരണകൂടത്തിനില്ലേ? തീർച്ചയായിട്ടും ആ കടമ നിർവഹിക്കുന്നതിന് മധ്യസ്ഥന്മാരും മറ്റൊക്കെ സഹായിച്ചു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മധ്യസ്ഥന്മാരും ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ അഗ്രിമെൻ്റ് പങ്കാളിത്തം വഹിച്ച പിന്നെ അതിന് ആധികാരികതയുണ്ടായിരുന്ന കളക്ടർ വാക്കുമാറിയാൽ അതിൽ പങ്കാളിത്തം വഹിച്ചവർക്കും അതിൽ വിഷമമില്ലേ? അവർക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ? അപ്പം ഞാനും ഈ 96ാമത്തെ വയസ്സിൽ ഈ ഷെഡിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രോഗം വരില്ല എന്ന് വിചാരിക്കുക. വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ശക്തികൾക്ക്, ഈ ഭരണകൂടത്തിനും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും തന്നെയാണ്. എന്തായാലും ഇത് പെട്ടെന്ന് ശരിയാവുക നോക്കുക അല്ലേ? ശരിയാവുമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു പ്രതീക്ഷ ഇല്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അതെ. അപ്പം ഞങ്ങളും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇവരെല്ലാം സ്വന്തം കുടുംബത്തിനെ വിട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, കുട്ടികളുള്ളവരാണ്. ജീവിക്കാൻ വേണ്ടി ജോലിക്ക് പോയി ജോലിയും കൂലിയും ഉപേക്ഷിച്ചിട്ട്. അതെ, ഇവിടെ സ്ത്രീകളായാലും അതുമല്ല, ഒരു കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ളവരല്ല. ഓരോ ദിവസത്തെയും ജോലി ചെയ്തിട്ടാണ് പണിയെടുക്കുന്നത്. അതെ. അപ്പോൾ അവരവിടെ ഞാനിരിക്കുന്ന അവിടെ നിൽക്കട്ടെ, എനിക്കിപ്പം പണിയെടുത്തില്ലെങ്കിലും എങ്ങനെയും അപ്പം കിട്ടും. ഇവരെ സ്ഥിതി അതല്ല. ഇവർ വീട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല അവർക്ക്. ഇത് ബിന്ദു വൈലാശ്ശേരി.
ബിന്ദു വൈലാശ്ശേരി വൈലാശ്ശേരിൻ്റെ ഹസ്ബൻഡാണിത്. ഇത് ബിന്ദു വൈലാശ്ശേരിയുടെ ഭർത്താവ് അതെ ഗിരിദാസ്. പേര് സമര സുനിത. ആദിവാസി സമരപ്പന്തലിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ബിന്ദു വൈലാശ്ശേരി നമ്മളിവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അതിന് കാരണം അവർക്ക് 2-3 ദിവസമായിട്ട് ഈ പന്തലിലെ കൊടുന്തണുപ്പും അതുമാതിരി മാറി മാറി വരുന്ന മഴയും കാറ്റും ഒക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ശാരീരിക ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു ബിന്ദുവിന്. ആ ഒരു ശേഷി നഷ്ടപ്പെടാൻ കാരണം നിലമ്പൂർ ഐക്യവേദിക്ക് മുന്നിൽ ആദിവാസികളുടെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഭൂമിയുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇവർ ഒരു നീണ്ട സമരം, യഥാർത്ഥത്തിൽ അതൊരു പട്ടിണി സമരമായി, അർദ്ധ പട്ടിണി സമരം എന്നൊക്കെ പറയാം. അത് വെറും ജ്യൂസ് മാത്രം കഴിച്ചുകൊണ്ട് ആ സമരത്തെ ബിന്ദു മുന്നോട്ട് 14 ദിവസം മുന്നോട്ടുണ്ട്. അവസാനം ബിന്ദുവിൻ്റെ ജീവൻ അപകടത്തിലാവുമോ എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് നമ്മൾ എന്താ പറയുക സർക്കാരിനെ, കളക്ടറെ സമീപിക്കുന്നതും കളക്ടർ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം 60 കുടുംബങ്ങൾക്ക് 50 സെൻറ്റ് ഭൂമി വീതം നൽകുക എന്ന് ഉറപ്പ് പറഞ്ഞ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ 2024 മാർച്ച് 15 ഒപ്പിട്ട കരാറ് ഇന്ന് വരെ നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, ഇവരെ തിരിഞ്ഞുനോക്കുകൂടി ചെയ്യാതിരുന്നു. തുടർന്നാണ് ഇവിടെ സമരം മലപ്പുറം കളക്ടറേറ്റിൻ്റെ മുമ്പിൽ മെയ് 20 ഈ കഴിഞ്ഞ മെയ് മാസം 20 തുടങ്ങിയത്. ഏകദേശം ഇന്നേക്ക് 39 ദിവസമായി. 33 ദിവസം ബിന്ദു വളരെ ആവശ്യമായി പോയി. ബിന്ദുവിനെ മലപ്പുറം സഹകരണ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കും ഇത് ബാധകമാണ്. കാരണം സമരത്തിലിരിക്കുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതി ശോഷിച്ചു വരാം, ഒന്ന് പ്രതികൂല കാലാവസ്ഥ. പക്ഷേ ഇവർക്കാണെങ്കിൽ ഈ സമരം ഉപേക്ഷിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കിടപ്പാടമില്ല, ഇവർക്ക് ഭൂമിയുടെ മുകളിൽ അവകാശമില്ല, ജോലിയും കൂലിയും ഇല്ലാതാണ് അവിടെ ഒരുപാട് പേര്. ജീവിക്കാനുള്ള യാതൊരുവിധ ഉപാധികളും ഇല്ലാതെ യഥാർത്ഥത്തിൽ എന്താ പറയുക ബുദ്ധിമുട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ആണ് നിവൃത്തിയില്ലാതെ ഈ സമരത്തിന് പോകുന്നത്. ജോലി പോലും ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഇവരൊക്കെ ജോലി ഉപേക്ഷിച്ച് പന്തലിൽ നിൽക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. 26 പേര് ഈ സമരപ്പന്തലിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവർ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫുള്ളായി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഈ കാറ്റും മഴയും ഭക്ഷണ ദൗർലഭ്യം അതൊക്കെ നേരിടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നേരിട്ടൊരു അടുപ്പോ വിറകോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥ.